ചരിത്രത്തിൽ ഇതാദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരാകുമോ എന്ന മോഹം സാക്ഷാത്കരിക്കാൻ കേരളത്തിനാവുമോ? VCA സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനൽ അതിന് ഉത്തരം നൽകും. മുൻ ചാമ്പ്യന്മാരായ വിദർഭയുമായുള്ള പോരാട്ടം അത്ര എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. സ്വന്തം നാട്ടിലാണ് മത്സരം നടക്കുന്നു എന്നതിന്റെ ആനുകൂല്യം വിദർഭയ്ക്കുണ്ട്. 4ാം തവണയാണ് അവർ ഫൈനലിൽ കളിക്കുന്നത്. 2 തവണ ചാമ്പ്യന്മാരായിട്ടുമുണ്ട്. ആ നിലയ്ക്കുള്ള അവരുടെ ആത്മവിശ്വാസവും കേരളം മറികടക്കേണ്ടി തന്നെ വരും. പോരാത്തതിന് മികച്ച ഫോമിലാണ് വിദർഭ ടീം. ക്വാർട്ടർ ഫൈനലിൽ 1 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡിൽ ജമ്മു കാശ്മീരിനെയും സെമിയിൽ 2 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡിൽ ഗുജറാത്തിനെയും മറികടന്ന കേരളത്തിന് ഇതുവരെ ഒപ്പമുണ്ടായിരുന്ന ഭാഗ്യത്തിന്റെ കൂട്ട് ഫൈനലിലും ലഭിക്കുമെന്ന പ്രതീക്ഷയാവും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക്. അതിനൊപ്പം സച്ചിൻ ബേബിയുടെ ടീം മികച്ച പ്രകടനം തുടരുകയും വേണം. ഭാഗ്യം മാത്രമല്ല, ക്ഷമയോടെ കഠിനാധ്വാനം ചെയ്യുവാനുള്ള സന്നദ്ധതയും കൂടിയാണ് കേരളത്തെ ഇവിടെ വരെ എത്തിച്ചത്. പൂനെയിൽ ജമ്മു കാശ്മീരിനെതിരായ മത്സരത്തിന്റെ അവസാന ദിവസം മുഴുവൻ പിടിച്ചു നിന്ന കേരളത്തിന്റെ ബാറ്റിംഗ് പ്രകടനം പ്രശംസനീയം തന്നെയായിരുന്നു. വിജയം മാത്രം ലക്ഷ്യമിട്ടുള്ള എതിരാളികളുടെ ബൗളിംഗ് ആക്രമണം പ്രതിരോധിക്കുക അന്ന് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഗുജറാത്തിനെ അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ മറികടന്ന കേരളത്തിന്റെ പ്രകടനവും ശ്രദ്ധേയമായി മാറി. 341 പന്തുകളിൽ 177 റൺസ് എടുത്ത മുഹമ്മദ് അസറുദ്ദീന്റെ ബാറ്റിംഗ് ആണ് കേരളത്തെ ശക്തമായ നിലയിലേക്ക് ഉയർത്തിയത്. ഈ രഞ്ജി സീസണിൽ 8 മത്സരങ്ങളിൽ നിന്ന് 86.71 ശരാശരിയോടെ 607 റൺസ് നേടിക്കഴിഞ്ഞ സൽമാൻ നിസാറാണ് കേരള നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാറ്റ്സ്മാൻ. 2 സെഞ്ചുറികളും 3 അർദ്ധ സെഞ്ചുറികളും സൽമാൻ നിസാർ നേടിയിട്ടുണ്ട്. അസറുദ്ദീൻ 9 മത്സരങ്ങളിൽ നിന്ന് 601 റൺസ് നേടിയിട്ടുമുണ്ട്. 75.12 റൺസ് ശരാശരിയിൽ 1 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് ഉതിർന്നു. ഈ സീസണിൽ കേരളത്തിന് ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ബൗളർ ജലജ് സക്സേന തന്നെ. 38 വിക്കറ്റുകൾ സക്സേന നേടിക്കഴിഞ്ഞു. മുൻ വിദർഭ താരം കൂടിയായ ആദിത്യ സർവാദെ സക്സേനയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. 30 വിക്കറ്റുകളാണ് സർവാദെ ഈ രഞ്ജി സീസണിൽ നേടിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പഞ്ചാബിനെ 8 വിക്കറ്റും തോൽപ്പിച്ചുകൊണ്ടാണ് കേരളം ഇത്തവണത്തെ രഞ്ജി ട്രോഫിക്ക് തുടക്കമിടുന്നത്. കർണാടകയും ബംഗാളുമായുള്ള മത്സരങ്ങൾ 1ാം ഇന്നിംഗ്സ് പൂർത്തിയാക്കാനാവാത്ത സമനിലകളായിരുന്നു. ഉത്തർപ്രദേശിനെ 117 റൺസിന് തോൽപ്പിക്കുകയും ചെയ്തു. ഹരിയാനയ്ക്കെതിരെ സമനിലയായ മത്സരത്തിൽ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടി. മധ്യപ്രദേശുമായുള്ള മത്സരവും സമനിലയായപ്പോൾ 1ാം ഇന്നിംഗ്സ് ലീഡ് കേരളത്തിനായിരുന്നു. ബീഹാറിനെ ഇന്നിംഗ്സിനും 169 റൺസിനും തകർത്തു. അതേസമയം ഈ രഞ്ജി സീസണിലെ തങ്ങളുടെ 9 മത്സരങ്ങളിൽ 8ലും വിജയിച്ചാണ് അക്ഷയ് വഡ്കർ നയിക്കുന്ന വിദർഭ ടീം സ്വന്തം മണ്ണിൽ കേരളത്തെ നേരിടാൻ ഇറങ്ങുന്നത്. ശേഷിച്ച ഒരു മത്സരം സമനിലയായിരുന്നു. അപരിചിതരായി ഗ്രൂപ്പ് ഘട്ടം കടന്ന അവർ ക്വാർട്ടർ ഫൈനലിൽ തമിഴ്നാടിനെ 198 റൺസിനും സെമിയിൽ നിലവിലുള്ള ചാമ്പ്യന്മാരായ മുംബൈയെ 80 റൺസിനും പരാജയപ്പെടുത്തി. രണ്ടും ഗംഭീര വിജയങ്ങൾ. 2017 മുതൽ 18 വരെയും 2018 മുതൽ 19 വരെയുള്ള സീസണുകളിലെ ചാമ്പ്യന്മാരായ വിദർഭ കഴിഞ്ഞ തവണ ഫൈനലിൽ മുംബൈയോട് പരാജയപ്പെടുകയായിരുന്നു. ഈ സീസണിലെ വിജയ് ഹാസ്രെ ട്രോഫി ഫൈനലിലും അവർ കളിച്ചു. ഇത്തവണത്തെ 9 രഞ്ജി മത്സരങ്ങളിൽ നിന്ന് 933 റൺസ് നേടിയ യാഷ് റാത്തോഡെയാണ് ബാറ്റിംഗ് നിരയിൽ അവരുടെ പ്രധാന താരം. 5 സെഞ്ചുറികളും 3 അർദ്ധ സെഞ്ചുറികളും റാത്തോഡ് നേടിക്കഴിഞ്ഞു. വിക്കറ്റ് കീപ്പർ കൂടിയായ നായകൻ വഡ്കർ 9 മത്സരങ്ങളിൽ 674 റൺസ് നേടിയിട്ടുണ്ട്. 2 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും. 3 സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ കരുൺ നായർ 8 മത്സരങ്ങളിൽ നിന്ന് 642 റൺസ് നേടിയിട്ടുണ്ട്. ഡാനിഷ് മലേവ, ധ്രുവ് ഷാരെ എന്നിവരും മോശമല്ല. 22-കാരനായ ഹാഷ് ദുബൈയാണ് ബൗളിംഗിൽ അവരുടെ പ്രധാന പ്രതീക്ഷ. 9 മത്സരങ്ങളിൽ നിന്ന് 66 വിക്കറ്റുകൾ ദുബൈ നേടിക്കഴിഞ്ഞു. 2018 മുതൽ 19 സീസണിൽ 8 മത്സരങ്ങളിൽ നിന്ന് 68 വിക്കറ്റ് നേടിയ ബീഹാറിന്റെ അശുതോഷ് അമനാണ് ഒരു രഞ്ജി സീസണിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം. ഈ റെക്കോർഡ് മറികടക്കാൻ ദുബൈക്ക് കഴിയുമോ എന്ന് വരും ദിനങ്ങളിൽ അറിയാം.